ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല വാഴയിലയിലൊക്കെ പൊതിഞ്ഞിട്ട് പൊള്ളിച്ചെടുത്ത മീനിൻ്റെ റെസിപ്പി. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇത് ഞാനൊരു 10 പീസ് മീൻ എടുത്തിട്ടുണ്ട്. മല്ലിയില, പുതിനയില, ഒരു കപ്പ് ചെറിയുള്ളി, ഇഞ്ചി, ഒരു കുട വെളുത്തുള്ളി, പച്ചമുളക്, തൈര്, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇനി നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലന്റെ അത്ര പുതിനയില ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ചുവന്നുള്ളി, പച്ചമുളക്. ഇവിടെ ഞാൻ 4 പച്ചമുളകാണ് എടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു കുടം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇപ്പതാ നന്നായിട്ട് ഞാൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങന്റെ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ഇനി 1 ടീസ്പൂൺ തൈര്, 1.5 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മള് മീനിൽ പുരട്ടേണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലാണല്ലോ നമ്മൾ പൊള്ളിക്കുന്നത്. അപ്പോൾ ഞാനിത് വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീനിന്റെ കഷ്ണം വെച്ചിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. 2 സൈഡും നന്നായിട്ട് മസാല തേക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നന്നായിട്ട് മസാല തേച്ചിട്ടുണ്ട്. ഇനി ഈ വാഴയില നന്നായിട്ട് മടക്കിയെടുക്കാം. മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്.
ദാ ഇതേപോലെ നന്നായിട്ട് മടക്കിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മീൻ കൊണ്ട് ഞാനിവിടെ ചെയ്തെടുക്കുകയാണ്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത മീൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്രിൽ പാനിൽ നന്നായിട്ട് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രിൽ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രിൽ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ വാഴയിലയിൽ പൊതിഞ്ഞ മീന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് കുക്കായി വരണം. മീൻ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ ഈ മീൻ പൊള്ളിച്ചത് റെഡിയായി വരും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ടാകും. നമുക്ക് ഈ ഗ്രിൽ പാനിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മീൻ കൊണ്ട് ഞാൻ പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന മീൻ പൊള്ളിച്ചതിന്റെ റെസിപ്പിയാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.